പിന്നെ ഈ ഇന്റർനാഷണൽ എക്സ്പീരിയൻസും എല്ലാ കോളേജിനും ഒന്നും ഇല്ലല്ലോ. പക്ഷെ MBA നമ്മുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ വീക്കിനെ പറയുന്നതാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ബിൽഡ് ചെയ്തെടുക്കും, അങ്ങനെയാണ്. അപ്പം ICCPയുടെ and it's the third edition of Universes. So hi, welcome here. So ഇത് നമ്മൾ we have Zayana and I think ചെറിയൊരു intro അങ്ങനെ തുടങ്ങിയാലോ, സ്മൂത്ത് ആയിട്ട് തുടങ്ങാം അല്ലേ? So yeah, I want you to introduce yourself to us all here. I'm സയന. ഞാനിവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത് GCBയിൽ. പിന്നെ 4 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഫോസിസിൽ. IT സർവീസസ് ആയിരുന്നു. അതിനുശേഷം MBA എടുക്കാൻ UK പോകാൻ തീരുമാനിച്ചു. I'm currently doing my MBA Cranfield, UK-ലാണ്. നമ്മുടെ കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ വെരി ടൈലേർഡ് കോഴ്സാണ്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത സമയത്ത് റാങ്കിങ്സും എല്ലാം നോക്കിയിട്ടായിരുന്നു. പിന്നെ അലംനി നെറ്റ്വർക്കോ ലിങ്ക്ഡിനിലോ ഒക്കെ നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. From the options I had, this seemed like a good one. Okay. So അങ്ങനെയാണ് choose ചെയ്തത്. So yeah, but right now at Cranfield University, UK. So I think you have done your UG here, I guess. Yeah. So നമുക്ക് ബേസിക് ആയിട്ട് തുടങ്ങാം. I think all the students are concerned about moving right into a new city. So change of the culture, ഇപ്പം പുതിയ അഡാപ്റ്റിങ്, പിന്നെ അതേപോലെ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ച് ആണ് അല്ലേ? Mm. I want to know your journey, how you have stayed, അതേപോലെ how was it the change, how you adapted to the culture and things. So initially ഞാൻ 4 years ആയപ്പോഴത്തേക്കും എനിക്ക് കോളേജ് തൊട്ടേ ഉണ്ടായിരുന്നു that I want to do an MBA. ബോത്ത് ഇന്ത്യയിലും പുറത്തും നോക്കിയിട്ടുണ്ടായി. പുറത്ത് നോക്കാൻ ഉള്ള ഒരു ഡിസിഷൻ വന്നപ്പോഴത്തേക്കും ഫെയർലി ഗുഡ് കോളേജസ് എല്ലാം 3.5 years ഓഫ് എക്സ്പീരിയൻസ് മിനിമം പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇൻഫോസിസിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പോയത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ബോത്ത് US and UK നോക്കിയിരുന്നു. ബിക്കോസ് I didn't want to study another language at that time. അത് പേഴ്സണൽ ഇതായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അപ്ലൈ ചെയ്തു. US ഫ്യൂ കോളേജസ് കിട്ടി, UK-ലും കിട്ടി. പിന്നെ ഞാൻ MS കൂടെ നോക്കുന്നുണ്ടായി. അപ്പോൾ GRE ആണ് എഴുതിയത്. പിന്നീട് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 4 കോളേജസിൽ കോൾ വന്നു. പിന്നെ അതിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു ക്രാൻഫീൽഡ് ചൂസ് ചെയ്തത്. ഇൻ ടേംസ് ഓഫ് കൾച്ചർ ആദ്യം പോകുമ്പോൾ നമുക്കൊരു കൾച്ചറൽ ഡിഫറൻസ് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ടു ആവും. പിന്നെ മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഹാസ് എ ലോട്ട് ഓഫ് ഇന്ത്യൻസ്. സോ ആ ട്രാൻസിഷൻ എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നത് കൊണ്ട് അത്ര ഇഷ്യൂ ആയിട്ട് തോന്നി. Okay, so that was like pretty smooth for you, or ഇനീഷ്യലി സ്മൂത്ത് അല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ വിൽ ഗെറ്റ് ഓൺ ട്രാക്ക്. വൺസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. exactly. I mean, കുറെ സ്റ്റുഡൻസ് ആർ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഇപ്പം പെട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ കോഴ്സിനെ കുറിച്ച് ചെറുതായിട്ട് ഇൻട്രഡക്ഷൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ദൈന യു ചൂസ് ദിസ് കോഴ്സ്? സോ എനിക്ക് വേണ്ടത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ലക്ഷറി ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ അറ്റ് ദ ടൈം ഞാൻ NYU സ്റ്റേണിൽ ലക്ഷറി ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് MBA ഉണ്ടായിരുന്നു. അതുപോലെ പക്ഷെ അത് ഇറ്റ്സ് നോട്ട് എ സ്റ്റെപ്പ്. നമുക്ക് സ്റ്റേ ബാക്ക് 6 months ഉള്ളൂ. പിന്നെ എക്സ്പെൻസീവ് ആണ്. US ആണ്, ന്യൂയോർക്കും കൂടെ ആകുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ട്രാൻസ്ലേറ്റ് MBA വന്നപ്പോഴത്തേക്കും സെയിം ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ലക്ഷറി ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ റാങ്കിങ്സും കമ്പയർഡ് ടു ഓൾ അതർ കോളേജസ് റാങ്കിങ്സ് വളരെ നല്ലതായിരുന്നു. നമ്പർ 1 ഇൻ ഇന്റർനാഷണാലിറ്റി, ടോപ്പ് 10 ഇൻ വാല്യൂ ഫോർ മണി, നമ്പർ 1 ഇൻ ഓൺടർപ്രണർഷിപ്പ്, അങ്ങനെ ബെസ്റ്റ് ആലംനി നെറ്റ്വർക്ക്, അങ്ങനെ എല്ലാം ആയിരുന്നതുകൊണ്ടും പിന്നെ ക്രാൻഫീൽഡ് ട്രിപ്പിൾ അക്രിഡിറ്റേറ്റഡ് ആണ്. QS വേൾഡ് റാങ്കിങ്സിൽ ടോപ്പ് 100 ഉണ്ട്. അപ്പോൾ അതെല്ലാം കാരണം ക്രാൻഫീൽഡ് ചൂസ് ചെയ്തു. പിന്നെ കോഴ്സും പിന്നെ ആലംനി നെറ്റ്വർക്കിനോട് സംസാരിച്ചു. നമ്മളെപ്പോഴും MBA അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും ഇൻഫാക്ട് ആലംനി നെറ്റ്വർക്കിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ആ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത കോളേജസിന്റെ എല്ലാ ആലംനിയെ ലിങ്ക്ഡിനിൽ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് ക്രാൻഫീൽഡിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു. പിന്നെ കോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിനകത്ത് നമുക്ക് 3 paths ചൂസ് ചെയ്യാം. ഫസ്റ്റ് 2 terms എല്ലാവർക്കും ഒരുപോലെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 3 paths ചൂസ് ചെയ്യാം. ഒന്ന് എക്സിക്യൂട്ടീവ് പാത്ത്, പിന്നെ കൺസൾട്ടൻസി പാത്ത്, പിന്നെ ഓൺടർപ്രണർഷിപ്പ് പാത്ത്, അങ്ങനെ 3 പാത്ത് ചൂസ് ചെയ്യാം. അതുപോലെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ESCP, സ്പെയിൻ ആൻഡ് ഇറ്റലി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അതിന് ഫിൻടെക്, കൺസൾട്ടൻസി ആൻഡ് ലക്ഷറി ബ്രാൻഡ് മാനേജ്മെന്റ് ആണുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഏത് ഇറ്റലിയിലോ സ്പെയിനിലോ പോകും. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പോഷർ മൊത്തത്തിൽ കിട്ടും. എല്ലാ 2 weeks അല്ലെങ്കിൽ 3 weeks ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ സ്പീക്കർ സീരീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
എപ്പോഴും നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡാണ് ആക്ച്വലി. എപ്പോഴും എക്സ്പീരിയൻസ് ഒരുപാട് പഠിക്കാം. കോഹോർട്ട് തന്നെ ആണെങ്കിലും ചെറിയ സ്മോൾ കോഹോർട്ടാണ്, 40 ആൾക്കാരേ ഉള്ളൂ. അതിൽ യങ്ങസ്റ്റ് ഞാനാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 26 to 45 ഇയേഴ്സ് വരെ ഏജ് റേഞ്ച് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഡേ ബൈ ഡേ ബേസിസിൽ കോഹോർട്ടിൽ നിന്നും പഠിക്കും, ടീച്ചേഴ്സിൽ നിന്നും പഠിക്കും. അപ്പം ഓവറോൾ ഒരു വെൽ റൗണ്ടഡ് എക്സ്പീരിയൻസ് ആണ്. So you're saying the exposure you get is exactly the very best thing. Yeah. പുതിയൊരു യൂണിവേഴ്സിറ്റി, പുതിയ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ സ്റ്റുഡൻസ് വിൽ ബി ലൈക്ക് എക്സ്പോഷർ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ചാൻസസ് കാര്യങ്ങളൊക്കെ ലൈക്ക് ദി ഹാവ് ടു ദി ഹാവ് ടു അക്വയർ ഇറ്റ്. എന്നാലും അങ്ങനെ ചാൻസസ് കിട്ടുമോ? ലൈക്ക് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പൊ ഇൻഫാക്ട് ഓൾ ദ കോളേജസ് ഇൻ UK ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റീഷൻസും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല ആയിട്ട് എൻകറേജ് ചെയ്യും. ഇപ്പോൾ ഒരു ത്രൂ ഔട്ട് ദ കോഴ്സ് കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട്, കുറെ അല്ലാത്ത ഈവെന്റ്സ് ഉണ്ട്. എല്ലാത്തിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരവും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഈ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഒക്കെ വരുമ്പോഴും അവരോട് സംസാരിക്കുന്ന MBA സ്പീക്കർ സീരീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മന്ത്ലി സ്പീക്കർ സീരീസ് ഉണ്ട്. അപ്പോൾ അതില് നമുക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സ് വരും, അവരുമായിട്ട് നെറ്റ്വർക്കിംഗ് സെഷൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ എപ്പോഴും നല്ല എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഇന്റർനാഷണൽ എക്സ്പീരിയൻസും എല്ലാ കോളേജിനും ഒന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് കൺസൾട്ടിങ് പ്രോജക്റ്റ് ഉണ്ട്. അത് ത്രൂ ഔട്ട് ദി ഇയർ ആണ്. അതൊരു എക്സ്റ്റേണൽ കമ്പനി ആയിട്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ട് അതിന്റെ എക്സ്പോഷർ ഉണ്ട്. പിന്നെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസും എല്ലാം വളരെ നല്ല എക്സ്പോഷറാണ് തരുന്നത്. ഇപ്പോൾ ജേർണി പറഞ്ഞു, കോളേജിനെ കുറിച്ച് പറഞ്ഞു, എക്സ്പോഷർ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ആ കൺട്രി ഐ റിയലി വോണ്ട് ടു നോ. ഇപ്പോൾ കുറേ കുട്ടികളുണ്ടാവും UK പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ UK ആസ് എ കൺട്രി ഒരു പുതിയ ഡെസ്റ്റിനേഷൻ ആണ്. അപ്പം UK ആസ് എ ഡെസ്റ്റിനേഷൻ ഫോർ സ്റ്റഡി, അതിനെക്കുറിച്ച് ജസ്റ്റ് ഹൗ ഇസ് ബെറ്റർ ഓർ ഇതിൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു? പഠിക്കാൻ കോഴ്സ് ഭയങ്കര നല്ലതാണ്. പക്ഷെ ആസ് എ കൺട്രി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, എനിക്ക് ഇതുവരെ റേസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ബിക്കോസ് മോസ്റ്റ് ഓഫ് മൈ എക്സ്പീരിയൻസസ് വിത്തിൻ ദി യൂണിവേഴ്സിറ്റി. ഓക്കെ, അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും മഴയാണ്. സീസണാലിറ്റി ഒരു പ്രശ്നം. ഞാനിപ്പോ വിന്റർ ആണ് കൂടുതൽ അവിടെ നിന്നിട്ടുള്ളൂ. 6 months അവിടെ നിന്നിട്ടുള്ളൂ. ഇനി സമ്മർ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ മഴ അങ്ങനത്തെ സീസണൽ ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇരുന്നാൽ എപ്പോഴും വലുതായിട്ട് അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇത് ഉള്ള ഒരു ഫാക്ടർ. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആണ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു ട്രേഡ് ഓഫ് ആണല്ലോ. കോളേജ് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആസ് ഓഫ് നൗ റിസഷൻ ഒക്കെ കാരണം ലോ ആണെന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാറായിട്ടില്ല. അപ്പോൾ വിത്തിൻ ദ നെക്സ്റ്റ് മന്ത് ഓർ 2 ആയിരിക്കും അപ്ലൈ. പക്ഷേ നല്ല കാൻഡിഡേറ്റ്സിന് എപ്പോഴും ഓഫേഴ്സ് കാണും. അപ്പോൾ ഇനി എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കുന്നത്? ലൈക്ക് സ്റ്റുഡൻസ് വിൽ ബി ലൈക്ക് ഈ ഒരു കോഴ്സ് എടുത്താൽ എന്ത് സ്പെസിഫിക് ജോബ്സ് ലൈക്ക് അവൈലബിൾ ആയിരിക്കും? അങ്ങനെ കൺസേൺസ് ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് ജോബ്സ് ആയിരിക്കും ലൈക്ക് യു വുഡ് ചൂസ് ഓർ യു വുഡ് സജസ്റ്റ്? നമ്മൾ നാട്ടിലെ പോലെയല്ല, പ്ലേസ്മെന്റ്സ് ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് ജോബ് ഫിഷ് ഔട്ട് ചെയ്യണം. വിച്ച് ഇസ് ഓക്കെ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ബേസ്ഡ് ഓൺ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് എങ്ങനെ വേണം അതിനനുസരിച്ചായിരിക്കും ജോബ് കിട്ടുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് ഇൻ ദാറ്റ്. അപ്പം നമുക്ക് IT സെക്ടറിൽ തന്നെ കയറണം എന്നാണെങ്കിൽ അതിനുള്ള ജോബ് കിട്ടും. എനിക്ക് വേണ്ടത് ഒരു കരിയർ ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ആണ് നോക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അതിനനുസരിച്ച് തന്നെ CV സെറ്റ് ആക്കണം. ഇപ്പം നമ്മൾ അങ്ങനെ ടൈലേർഡ് ആയിട്ട് നമുക്ക് വേണ്ട എക്സ്പീരിയൻസസ് നമ്മളത് ഡിസൈഡ് ചെയ്യണം സ്വന്തമായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആവശ്യമുള്ള ജോബ്. നമ്മൾ കുറെ ലൈക്ക് എന്താ പറയാ സ്കോളർഷിപ്സിനെ കുറിച്ചൊക്കെ any idea about scholarship or ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ? സ്കോളർഷിപ്പ് ഞാൻ ഈ കോളേജിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി. അപ്പൊ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായില്ല. പ്രോസസ് എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെസിഫിക് സ്കോളർഷിപ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി ടോപ്പിക്സ് ലൈക്ക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടോപ്പിക് ഉണ്ട്. വെബ്സൈറ്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ഒരു SOP കൊടുക്കണം, essay കൊടുക്കണം ആ സ്കോളർഷിപ്പ്. അപ്പോൾ അവർ ഇഷ്ടമുണ്ടെങ്കിൽ അവർ നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെയാണ് സ്കോളർഷിപ്പിൻ്റെ. പിന്നെ അതല്ലാതെ എക്സ്റ്റേണൽ സ്കോളർഷിപ്സും ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന്റെ വക, UK ഗവൺമെന്റിന്റെ വകയൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്. അത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. ലൈക്ക് ഇനി UK ഇപ്പം സ്റ്റുഡൻസ് ഇപ്പം ലൈക്ക് ചൂസ് ചെയ്യാണെങ്കിൽ ഇപ്പം ഏറ്റവും ബെസ്റ്റ് കോഴ്സസ് ഒക്കെ ഏതായിരിക്കുന്നത്? എനിക്കിപ്പോൾ MBA കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. MBA എടുക്കുന്നുണ്ടെങ്കിൽ
ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസോടെ വരുന്നതാണ്. ബിക്കോസ് കോഴ്സും എല്ലാം ടൈലേർഡ് ഫോർ എക്സ്പീരിയൻസ് പീപ്പിൾ ആണ്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും റാങ്കിങ്സ് നോക്കണം, അക്രഡിറ്റേഷൻ ഉള്ള കോളേജസ് ആണോ നോക്കണം. പിന്നെ നമുക്ക് ലൊക്കേഷൻ സ്പെസിഫിസിറ്റി ഉണ്ടെങ്കിൽ ലൊക്കേഷൻ നോക്കണം. പക്ഷെ മെയിൻലി റാങ്കിങ്സ് നോക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് മാത്രമല്ല, MBA റാങ്കിങ്സ് നോക്കണം. അത് ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റി ഹൈലി റാങ്ക്ഡ് ആയിരിക്കും, പക്ഷെ അവരുടെ MBA അത്ര നല്ലതാവണമെന്നില്ല, അല്ലെങ്കിൽ തിരിച്ചു. അപ്പോൾ അതൊക്കെ നോക്കണം. എപ്പോഴും ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ MBA എടുക്കുമ്പോഴത്തേക്കും അത്രയും നല്ലതാണ് നമുക്ക് പിന്നീട് ജോബ് ഓപ്പർച്യൂണിറ്റീസും അതർ ഓപ്പർച്യൂണിറ്റീസ് ടു കം അപ്പ്. അപ്പോൾ ലൈക്ക് ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫീസ് സ്ട്രക്ചർ ഇപ്പൊ വന്നിട്ട് 44,000 pounds ആണ് ഫുൾ ഫീസ്. അബൌട്ട് 44,000 pounds. അതെന്ന് പറയുമ്പോൾ നമ്മുടെ 44 lakhs അടുപ്പിച്ച് വരും. പിന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അബൌട്ട് 10 lakhs ആണ് ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ബാക്കി അക്കോമഡേഷൻ, ഫുഡ്, ബാക്കി എല്ലാ ചെലവും കൂടെ വരുന്നത്. അപ്പം ടോട്ടലി ഒരു 50 to 60 lakhs-നകത്ത് 1 year MBA. അപ്പൊ ഇനിയിപ്പോ UK ആസ്പയറിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ലൈക്ക് യു ബീൻ paid and you're studying writing and you're doing your things, you moved to a new country, the experience. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷർ? ലൈക്ക് എക്സ്പെക്റ്റഡ് പോലെ തന്നെയായിരുന്നു? ഇല്ല, എനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അതിലുമായിരുന്നു. ബിക്കോസ് കമ്പയർ ടു അതർ പീപ്പിൾ ഇൻ ദ ക്ലാസ് എനിക്ക് എക്സ്പീരിയൻസ് കുറവായിരുന്നു. ബിക്കോസ് ബാക്കി എല്ലാവരും 40 years 30 years ഓഫ് എക്സ്പീരിയൻസ്, 20 years ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് വരും. പക്ഷെ MBA നമ്മുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ വീക്കിൽ പറയുന്നതാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ബിൽഡ് ചെയ്തെടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഫുൾ ടൈം മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അസൈൻമെന്റ്സ്, ഹോട്ട് ടോപ്പിക്സ്, പിന്നെ ഇങ്ങനെ ക്രൈസിസ് മാനേജ്മെന്റ്, എല്ലാത്തിലും ട്രെയിനിങ് തരും. അപ്പോൾ ആസ് എൻ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. നമ്മൾ ആസ് എ പേഴ്സൺ തന്നെ മാറും. ഇറ്റ് ഈസ് ട്രൂ ഫോർ മോസ്റ്റ് ഓഫ് ദ ഗുഡ് MBAs. ഐ തിങ്ക് UK ഫോർ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട റാങ്കിങ്സും യൂണിവേഴ്സിറ്റി MBA റാങ്കിങ്സും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ്. ഇഫ് യു ഗോയിങ് ഇൻ എ ഗുഡ് കോഴ്സ്, അല്ലെങ്കിൽ ഇഫ് യു ഗോയിങ് ഫോർ എ ഗുഡ് MBA, മോസ്റ്റ് പ്രോബബ്ലി ജോബ് കിട്ടും. അപ്പം അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രൊഫൈൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ജോബ് കിട്ടാൻ ഒരു പേടിയും ആവശ്യവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാമെങ്കിൽ അത്ര നോട്ട് വെരി എക്സ്പെൻസീവ്. നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും അല്ല, അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. പിന്നെ MBA കാര്യത്തിൽ പാർട്ട് ടൈം പറ്റത്തില്ല, ബട്ട് പാർട്ട് ടൈം പറ്റുന്ന ഇപ്പം വേറെ MSc കോഴ്സ് എടുക്കുകയാണെങ്കിൽ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസസിന്റെ കാര്യത്തിൽ അറിയേണ്ട കാര്യമില്ല. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് എപ്പോഴും റിസർച്ച് ചെയ്തിട്ട് വേണം കോഴ്സസ് സെലക്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞായിരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ലൈക്ക് യു ചൂസ് തിങ്സ് യൂണിവേഴ്സിറ്റീസ് ടു അലുമിനൈ. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തായിരുന്നു? ലൈക്ക് വെൻ യു ആസ്ക്ഡ് ഹിം. ഞാൻ മെയിൻലി ചോദിച്ചത് ഹൗ വാസ് ദ എക്സ്പീരിയൻസ്, കോഴ്സ് എങ്ങനെയാണോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റഡീസോ സർട്ടിഫിക്കേഷൻസോ വേണോ, അക്കോമഡേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ മോസ്റ്റ് ക്വസ്റ്റ്യൻസിന് പോസിറ്റീവ്. പിന്നെ ആലംനെ എപ്പോഴും റീച്ച് ഔട്ട് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു തെറ്റുമില്ല. എവ്രിവൺ വുഡ് ബി ഹെൽപ്പ്. ലിങ്ക്ഡിന്നോ അല്ലെങ്കിൽ വേറെ അവർ പ്ലാറ്റ്ഫോംസ് കിട്ടും, അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ആൾക്കാരെ കിട്ടും. ഇങ്ങനെ എവിടെ നിന്നാണെങ്കിലും അവരോട് ചോദിച്ചു എപ്പോഴും അറിയണം. അപ്പോൾ പോസിറ്റീവായിട്ട് എനിക്ക് കിട്ടിയത് എഗൈൻ അവരുടെ സൈഡിൽ നിന്നുള്ള എക്സൈറ്റ്മെന്റും അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞ എക്സ്പീരിയൻസസും പിന്നെ അക്കോമഡേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് പോസ്റ്റിൽ നടക്കുന്നത് റിയൽ ടൈം. അപ്പോൾ അവരെന്നോട് ട്രാൻസ്ഫീൽഡ് MBA പേജ് ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്തെല്ലാം വെരി നൈസ് ഇങ്ങനെ ഇവന്റ്സ്, കോമ്പറ്റീഷൻസ്, ഓരോ കാര്യങ്ങളും അപ്പം ഇങ്ങനെ എക്സ്പോഷർ വരുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പം ബേസിക്കലി ദാറ്റ്സ് ഹൗ ഇറ്റ് ഓൾ. ഇപ്പം അക്കോമഡേഷനും ലൈക്ക് സ്റ്റേബിൾ എങ്ങനെയാണ്? ഇവർക്ക് റേഞ്ച് ഓഫ് അക്കോമഡേഷൻസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 125 pounds per week to 250 to 80 pounds per week. അത് ഓരോ റേഞ്ച് അനുസരിച്ചും ഫെസിലിറ്റീസ് മാറും. ചിലത് മോസ്റ്റ് ഓഫ് ദം ഷെയർഡ് കിച്ചൺ ആണ്, ഷെയർഡ് വാഷ്റൂം ആണോ അല്ലയോ എന്നുള്ള, സിംഗിൾ റൂം ഓക്യുപ്പൻസി ആണല്ല. പിന്നെ കുറച്ചും കൂടെ റേഞ്ച് കൂടുന്ന അനുസരിച്ച് മോഡേൺ ബിൽഡിങ്സ് ആയിരിക്കും അങ്ങനെ. പക്ഷെ വലിയ വ്യത്യാസം വരുന്നില്ല ആസ് ഓഫ് ഇത്. പിന്നെ കപ്പിൾസ് ആണ്, ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് വേറെ അക്കോമഡേഷൻ അങ്ങനെയാണ് വരുന്നത്. ഓൺ ക്യാമ്പസ്, ഞാൻ ഓൺ ക്യാമ്പസ് ആണ് താമസിക്കുക, ഓഫ് ക്യാമ്പസ് താമസിക്കുക. പിന്നെ ആ സമയത്ത് അലുമിനയോട് ചോദിച്ചപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തു, ബിക്കോസ് കോഴ്സ് വർക്ക് ഒത്തിരി ഉണ്ട്, 24 hour അസൈൻമെന്റ് ഉണ്ട്, അങ്ങനെ
അങ്ങനെയൊക്കെ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് 24 hours ഒരു അസൈൻമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ്സ് റെക്കമെൻഡഡ് ടു സ്റ്റേ ഓൺ ക്യാമ്പസ്. So I think you say 24 hours, 20 hours ഉള്ളിൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. So how was the ഇപ്പം whole study thing എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യുന്നത്? Like how was it? How was all the journey? സോ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെയൊക്കെ കൂടുതലും അസൈൻമെന്റ്, പ്രസന്റേഷൻ അങ്ങനെ ആയിരിക്കും. എക്സാമിനേഷൻസ് വളരെ കുറവാണ്. അപ്പം 1-2 എക്സാമേ ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ മോസ്റ്റ്ലി അസൈൻമെന്റ്സ്, റിപ്പോർട്ട്സ് ആൻഡ് പ്രസന്റേഷൻസ് ആയിരിക്കും. ഗ്രൂപ്പ് വർക്കും ഇൻഡിവിജ്വൽ വർക്കും ഉണ്ട്. അപ്പം ഗ്രൂപ്പ് വർക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പ് കാണും, നമുക്ക് കിട്ടുന്ന ലേണിംഗ് ടീം അനുസരിച്ച് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ചെയ്യാം. ഇനിഷ്യലി ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനും അതെല്ലാം നമ്മൾ ഒരു ഫസ്റ്റ് ടേം ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ടെൻഷനാണ്. ഡെഡ് ലൈൻ മീറ്റ് ചെയ്യോ, ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഗെറ്റ് എ ഹാങ് ഓഫ് ഇറ്റ് യു വിൽ ബി ഓൾ റൈറ്റ്. പിന്നെ ഈ 24 hour അസൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ വാക്ക് എന്നാണ് പറയുക, റിട്ടേൺ അസസ്മെന്റ് ഓഫ് എ കേസ്. അപ്പോൾ അത് ഇന്ന് 5 PM ഒരു ടോപ്പിക് തരും, അടുത്ത ദിവസം 5 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു റിപ്പോർട്ടോ പ്രസന്റേഷനോ എന്തോ ആയിരിക്കും. അപ്പോൾ ആദ്യം ഇനിഷ്യലി പേടിയാണ്, നമ്മൾ ഉറങ്ങത്തൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ബാക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു രാത്രി ഒരു 3 മണിയാകുമ്പോൾ പോയി കിടന്നുറങ്ങും. അങ്ങനെ ശീലമാണ്. Adapting to a new thing was a little bit difficult, but you Yeah. gradually ഇനിഷ്യലി ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ബട്ട് ഗ്രാജുവലി എല്ലാവരും ഒരേ ജേർണി ആണല്ലോ. നമ്മുടെ ഫുൾ കോഹോർട്ട് മെമ്പേഴ്സും സെയിം ജേർണിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ കോഹോർട്ട്, എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒരുമിച്ച് ഇൻഡിവിജ്വൽ അസൈൻമെന്റ് ആണെങ്കിൽ പോലും ഒരുമിച്ചിരുന്നായിരിക്കും നമ്മളെല്ലാവരും ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കമെൻഡേഷൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ വെരി പോസിറ്റീവ് കൾച്ചർ. So എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനൊക്കെ കൺസേൺ ഉള്ള കാര്യങ്ങളും അതാണ്. പെട്ടെന്നൊരു കൾച്ചർ മാത്രമല്ല, പുതിയൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് പ്ലേസ് ആണെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ കഴിയുമെടുക്കും. ഐ തിങ്ക് ദർ വിൽ ബി മെനി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഒരു പുതിയ എക്സ്പോഷർ തന്നെയല്ലേ ടു ഗെറ്റിംഗ് ടു നോ. അതെ, അതൊക്കെ ഇനിഷ്യലി വിചാരിച്ചു. ഞാൻ ഇതിന് മുന്നേ ഫോറിൻ കൺട്രീസിൽ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ താമസിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ എപ്പോഴും അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വേറെ കൾച്ചറിലെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും എല്ലാം വ്യത്യാസം. പക്ഷെ നമുക്ക് പിന്നെ അത് അഡ്വൈസ് ചെയ്യാൻ, ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വൈസ് ചെയ്യാൻ റെഡി ആയിരിക്കും. പിന്നെ ലോട്ട്സ് ഓഫ് റിസർച്ച് ഹെൽപ്സ്. നിങ്ങൾ പോകുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി യൂട്യൂബ് ചാനൽ കാണുമായിരുന്നു. പോകുന്ന ആൾക്കാരോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് കൾച്ചർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ, അപ്പം എന്തൊക്കെ കരുതണം, എന്തൊക്കെ വേണം, എങ്ങനെ ഇരിക്കും, അതെല്ലാം ചോദിക്കുമായിരുന്നു. അങ്ങനെ കുറേ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു പോകുമ്പോൾ ആ സർപ്രൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ട്രാൻസിഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. ഒന്നും അറിയാതെ അവിടെ ചെന്ന് ചാടുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൾച്ചറൽ ഷോക്ക് തന്നെയായിരിക്കും. പക്ഷെ അല്ലാതെ എപ്പോഴും ആൾക്കാരോട് ചോദിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും ആരോടെങ്കിലും ചോദിക്കാം. ഇപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും UK പോയി പഠിക്കാൻ പോയ ആരെങ്കിലും ഒരാളറിയായിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കുക എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. നമ്മൾ ഈ ചൂടുനാട്ടിൽ നിന്ന് അവിടെ പോകുമ്പോൾ ഇനിഷ്യലി ഉള്ള വെതറും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ അത് ശീലമാണ്. പഠിച്ചോളൂ. ഓക്കെ. I think we have completed like everything. ഇപ്പം ഏകദേശം എല്ലാം ലൈക്ക് ഹൗ യുവർ ജേർണി ആൻഡ് എങ്ങനെ അഡാപ്റ്റ് ചെയ്തു, എങ്ങനെ എക്സ്പോഷേഴ്സിനെ, ഓക്കെ, ഹൗ യു മേഡ് ദ എക്സ്പോഷേഴ്സ്. ഇപ്പം പുതിയ എക്സ്പോഷേഴ്സ് കിട്ടുമ്പം യൂസ് ചെയ്തിരുന്നു എല്ലാ ചാൻസസും, ആൻഡ് ഹൗ ഇസ് ഇറ്റ്? ഇനിഷ്യലി നമുക്ക് എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്കൊരു കൾച്ചറൽ ഷോക്ക് കാരണം നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്തില്ലാന്ന് വരും. പിന്നീട് ഒരു ഗ്രാജുവേറ്റ് മനസ്സിലായി ആ എക്സ്പോഷർ നമ്മൾ എംബ്രേസ് ചെയ്താലേ നമുക്ക് വർത്ത് വൈൽ എക്സ്പീരിയൻസസ് കിട്ടും. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ ചാൻസും എടുക്കും, എല്ലാവരോടും സംസാരിക്കും. അങ്ങനെയായി. പിന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ no matter how timid you are, once you get out of it, you'll be smart. You'll be very brave enough to talk to people. മൂവിങ് ടുവാർഡ് ദി എൻഡ്, ഇപ്പം ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടോ? ലൈക്ക് യു പേഴ്സണലി ഫൈനലായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈലി റിസർച്ച്ഡ് ആയിരിക്കണം നമ്മൾ എടുക്കുന്ന ഓരോ ഡെസിഷൻസും. നമ്മൾ എപ്പോഴും ആസ് മച്ച് ആസ് ഇൻഫർമേഷൻ കിട്ടുമോ അതെല്ലാം എടുക്കാൻ നോക്കണം. ആൾക്കാരോട് ചോദിക്കണം, റാങ്കിങ്സ് നോക്കണം, ഓൺലൈൻ നോക്കണം. യൂട്യൂബ് ഇസ് എ ഗുഡ് സോഴ്സ്. ഇപ്പം ഞാൻ പോയപ്പോൾ തന്നെ അക്കോമഡേഷൻ്റെ ഒക്കെ എനിക്ക് ആദ്യമേ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയായിരുന്നു. കാരണം ഞാൻ യൂട്യൂബെല്ലാം നോക്കി സെർച്ച് ചെയ്തു, അങ്ങനെ എല്ലാം. അപ്പം എത്രത്തോളം ഇൻഫർമേഷൻ നമ്മൾ ഗെയിൻ ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് if you have a takeaway from the session, that should be gain as much as information
you can before going. So as a community, നമ്മളൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവ് സംതിങ് ടു ഷെയർ അബൌട്ട് ദാറ്റ് ബി ഗ്രേറ്റ്. ഇത് ആക്ച്വലി ഒരു വെരി നൈസ് വെഞ്ചർ ആണ്. ബിക്കോസ് ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഐ ഹാവ് ടു ഫൈറ്റ് പീപ്പിൾ ഔട്ട്, ലൈക്ക് റീച്ച് ഔട്ട് സ്വന്തമായിട്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ചോദിക്കാനും മടി ഉണ്ടാവില്ല, എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ വെരി നൈസ് വെഞ്ചർ ടു ഹാവ്. Okay. Thank you. Thanks for these words. And I would say the session was like so informative. കാരണം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിലും you did it like it told from 8. Thank you for that. Yeah. Thank you. So yeah, I think we would students in you, and I'm saying you would be with us on the journey. Yeah. Okay. So I think we can end the session. Okay.